എല്ലാവർക്കും ടുമോട്ടിവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 502/2023 പരീക്ഷ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2026. പരീക്ഷ നടത്തിയ ഡേറ്റ് ഓഫ് ടെസ്റ്റ് 07 ഫെബ്രുവരി 2026. 2026 ഫെബ്രുവരി 7 നടത്തിയ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലെ മാത്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷകൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്ര? അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ആദ്യ പരീക്ഷയെക്കാട്ട് എന്ത് ചെയ്തു, രണ്ടാമത്തെ പരീക്ഷയിൽ 10 മാർക്കും മൂന്നാമത്തെ പരീക്ഷ 11 മാർക്കും കൂടുതൽ ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ ജസ്റ്റ് കൊടുക്കേണ്ടത്, നമുക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് എക്സ് മാർക്ക് ലഭിച്ചു എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് നമ്മൾ എക്സ് മാർക്കാണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടിയത് x+10 ആണ്. മൂന്നാമത്തെ പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടുക എത്രയാണ്? x+11 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുക, അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് x + x+10 + x+11 ആണ്. അപ്പോൾ 3 പരീക്ഷകളിൽ ആകെ തുകയാണ് നമുക്ക് എന്ത് ചെയ്ത് ഈ 3 കൂടി കൂട്ടിയാൽ പോരെ. ഇനി ശരാശരി എന്ന് പറഞ്ഞാൽ ഈ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 പരീക്ഷയിൽ, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം 3 പരീക്ഷയുടെ തുക അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ശരാശരി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ശരാശരി എത്രയാണ്? 75 ആണ്. നമ്മളിത് സോൾവ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എക്സ്, അടുത്ത പരീക്ഷ x+10, അടുത്ത പരീക്ഷ x+11 കിട്ടി. അത് ഡിവൈഡ് ബൈ ശരാശരി കാണാൻ നമുക്ക് എത്ര പരീക്ഷ ഉണ്ട്? 3 പരീക്ഷയാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും ശരാശരി അവിടെ തന്നിട്ടുണ്ട് 75. മിനിമം 75 പറഞ്ഞാൽ 75 കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 75 കൊടുത്തു. ഇനി നമ്മൾ ഈ 3നെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. ബാക്കി മുകളിലുള്ള തുക കൂട്ടണം. അപ്പോൾ മുകളിൽ കൂട്ടുമ്പോൾ നമുക്കറിയാം എക്സും 2x ആയി, പിന്നെ ഒരു എക്സും കൂടി 3x. അപ്പോൾ മുകളിൽ ഫസ്റ്റ് എന്ത് വരും? 3x വരും. പിന്നെ ഈ 10ഉം 11ഉം കൂട്ടുമ്പോൾ എത്ര? 21 വരും. അതാണ് മുകളിൽ വരിക. ഇനി 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ 75 × 3 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഈ ജസ്റ്റ് ചെയ്യുമ്പോൾ 3x + 21 = 75 × 3 ചെയ്താൽ നമുക്ക് കിട്ടുക 225 ആണ്. 70 3 210, 5 3 15, 210ഉം 15ഉം കൂട്ടിയാൽ മതി. അപ്പോൾ 220. ഇനി സൈഡിൽ ഗുണിക്കണേ, അങ്ങനെ ചെയ്യാട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ പ്ലസ് നമുക്ക് എക്സൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ +21 നമുക്ക് എന്ത് ചെയ്യാം? അവിടേക്ക് 225 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ പ്ലസ്സിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പ്ലസ് ചിഹ്നത്തെ സംഖ്യയെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുക? മൈനസ് സംഭവിക്കും എന്നുള്ള. അപ്പോൾ 3x അവിടെ വരും. ഈ +21 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ? അത് -21 എന്നായി മാറും. അപ്പോൾ നോക്കാം, 3x നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കാം, 3x = 225 21 കുറച്ചാൽ എത്ര? 204 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ നെക്സ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഈ 204നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എത്രയാണ്? 6 തവണയാണ് പോവുക. ബാക്കി ഇവിടെ 2 ഉണ്ടാവും. ആ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും 68 എന്ന്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 68. ഇത് സൈഡിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. 204നെ 3 കൊണ്ട് നമുക്ക് അരിച്ച് നോക്കിയാൽ കിട്ടുക എത്രയാണ്? 68 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 100 cm² ആണ്. അതിൻ്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്ര? ഇവിടെ നോക്കുമ്പോൾ ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെയും PSCക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ശരിക്കും ഒരു ചതുരത്തിൻ്റെ അല്ല, ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് തരണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ വശമായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ചതുരത്തിൻ്റെ വിസ്തീർണം എടുത്താൽ നമുക്ക് പല വശങ്ങളും എടുക്കാം. ഇല്ല 20ഉം 5ഉം എടുക്കാം നമുക്ക്. ഇനി വേണം നമുക്ക് വേറെ ഏതെങ്കിലും സംഖ്യകൾ 8ഉം 12 വേണം നമുക്ക് എടുക്കാം. ഇങ്ങനെ പല സംഖ്യകൾ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നീളവും വീതി എടുക്കാം. പക്ഷെ സമചതുരാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഒരു ചതുരം എന്നല്ല, അതൊരു സമചതുരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതേപോലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റാതിരിക്കുക, നമ്മളത് മനസ്സിലാക്കിയെടുക്കുക. ചതുരം എന്ന ഉദ്ദേശം അവിടെ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണമാണ്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 100 cm ആണ്. അതിൻ്റെ ഡയഗണൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? അപ്പോൾ നമ്മൾ സാമ്പിൾ ചിത്രം നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സമചതുരം. ആ സമചതുരത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് നമുക്കിതാണ് വരിക. ഈ ഡയഗണൽ വരച്ചിരിക്കുന്ന വൃത്തം എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലാണ് ആ വൃത്തത്തിൻ്റെ വ്യാസം എന്നാണ് വരിക. അതായത്
ഇങ്ങനെയാണ് ഏകദേശം ആ വൃത്തം ഉണ്ടാവുക. അപ്പോൾ ഒരു ഡയഗണലുണ്ട്, സമചതുരമുണ്ട്. ആ സമചതുരത്തിൻ്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ആ വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മളിനി വേണ്ടത് എന്താണ്? ഈ വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? കാരണം വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താദ്യം കാണേണ്ടത്? വൃത്തത്തിൻ്റെ ആരം അറിയണം. കാരണം വൃത്തത്തിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ πr². അപ്പോൾ റേഡിയസ് കാണണ്ടേ? അപ്പോൾ റേഡിയസ് കാണാൻ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ആ ചതുരത്തിൻ്റെ ഡയഗണൽ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ സമചതുരത്തിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ടല്ലോ, അത് എത്രയാണ്? a² ആണല്ലോ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്നതാണ്. a എന്ന് പറഞ്ഞ സമചതുരത്തിൻ്റെ വശമാണ്. അപ്പോൾ വിസ്തീർണം എന്ന് പറയുന്നത് എന്തായിരിക്കും? a² ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ a² അവിടെ തന്നിട്ടുണ്ട്, എത്ര? 100. അപ്പോൾ നമ്മൾ സമയത്തിന് ഈ വശത്തിന് നീളം കാണാം, ഇതാണ് വശം, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ a എന്ന് പറയുന്നത് എന്തായിരിക്കും? √100 ആയിരിക്കും, അതായത് 10 ആയിരിക്കും. എന്തിൻ്റെ സ്ക്വയറാണ് 100? 10ൻ്റെ അല്ല. അപ്പോൾ a എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇനി വശം കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണൽ നീളം കാണാൻ, വശം കിട്ടിയ ഡയഗണൽ നീളം കാണാനുള്ള ഇക്വേഷനാണ് a√2. ഇതൊരു സമചതുരത്തിൻ്റെ ഇക്വേഷൻ കേട്ടോ. ഇനി ചതുരമാണെങ്കിൽ നമുക്കവിടെ √L² + b² എന്ന് വരും. കാരണം നീളവും വീതിയും വ്യത്യസ്ത സംഖ്യകളായിരിക്കുമല്ലോ. അപ്പം നീളത്തിൻ്റെ സ്ക്വയർ പ്ലസ് വീതിയുടെ സ്ക്വയർ കാണുക, അത് കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡയഗണൽ കിട്ടും. ഇവിടെ സമചതുരമായതുകൊണ്ട് നമുക്ക് എന്താണ്? a√2 ആണ് വരിക. കാരണം ഇവിടെ നീളവും വീതും, ഇപ്പോൾ എല്ലും ബിയും എന്തെങ്കിലും a ആയിട്ട് എടുക്കുക. അപ്പോൾ a² + a² എന്നാണ് നമുക്ക് എന്ത് കിട്ടും? 2a² എന്ന് കിട്ടും. അതിൽ a² പുറത്തേക്ക് വരുമ്പോൾ a മാറും. അങ്ങനെയാണ് a√2 വരുന്നത്. അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ഇപ്പം പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഒരു സമചതുരത്തിൻ്റെ ഡയഗണൽ നീളം കാണാൻ ചോദിച്ചാൽ അവിടെ a√2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡയഗണൽ എന്ന് പറയുന്നത് എൻ്റെ സ്ഥാനത്ത് നമുക്ക് 10 കൊടുത്താൽ 10a√2 എന്ന് വരും. അപ്പോൾ ഇത് വൃത്തത്തിൻ്റെ ഇപ്പോൾ ചതുരത്തിൻ്റെ ഡയഗണലാണ്, സമചതുരത്തിൻ്റെ ഡയഗണലാണ്. അത് വൃത്തത്തിൻ്റെ എന്താണ്? വ്യാസമാണ് വരുന്നത്. അങ്ങനെ നമുക്ക് വൃത്തത്തിൻ്റെ റേഡിയസ് കണ്ട് വ്യാസത്തിൻ്റെ പകുതിയല്ലേ നമുക്ക് റേഡിയസ് അല്ലേ? ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ബാക്കി പോകുന്നതാണ് എന്ത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വ്യാസം എത്രയാണോ അതിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ ഇത് വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡയമീറ്ററിൻ്റെ പകുതിയാണ് എന്ത്? റേഡിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ 10√2ൻ്റെ പകുതി എന്ന് പറയും, അതായത് 5√2 ആണ് വരിക. അപ്പോൾ വൃത്തത്തിൻ്റെ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാം. വിസ്തീർണം കാണാൻ ഇക്വേഷൻ എത്രയേ ഉള്ളൂ? πr² ആണ്. അപ്പോൾ പൈ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഓപ്ഷനിലൊക്കെ പൈ വെച്ചിട്ടാണ്. ഈ പൈക്ക് നമുക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന 2 വാല്യൂസാണ്. ഒന്ന് 22/7, ഒന്ന് 3.14. ഈ 2 വാല്യൂ എടുത്ത് ചെയ്യാം. തന്നിരിക്കുന്ന ഓപ്ഷനും കൂടി ഒന്ന് നോക്കുക. ഓപ്ഷനിൽ പൈ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ πr² എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് പൈ അവിടെ തന്നെ വരുന്നു. r എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 5√2 കൊടുക്കാം. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്യണം, r². അപ്പോൾ പൈ അങ്ങനെ തന്നെ നിലനിർത്തുക. ഇനി ഇവിടെ ഈ സംഖ്യകളെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന 5ൻ്റെ സ്ക്വയർ ആദ്യം വരും, 5ൻ്റെ സ്ക്വയർ, പിന്നെ ഈ √2ൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഒരു 2 സംഖ്യകളിൽ ഒരുമിച്ച് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് ഗുണിക്കുന്നതാണ് ശരിക്കും. 5√2 എന്ന് പറഞ്ഞാൽ 5 × √2 എന്നാണ്. അപ്പോൾ അങ്ങനെ ഗുണിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ 5ൻ്റെ സ്ക്വയറും ചെയ്യുന്നു, √2ൻ്റെ സ്ക്വയർ ചെയ്യും. ഇത് കൃത്യങ്ങളുള്ള റൂളൊക്കെ ഉണ്ട് കേട്ടോ. റൂൾ ഇതാണ്: AB m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m × b⁻m എന്നാണ്. അത് എക്കും ബിക്കും ആ മുകളിൽ വരുന്ന പവർ എത്രയാണോ അത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താ? സ്ക്വയർ ആയതുകൊണ്ട് 5ൻ്റെ സ്ക്വയറും √2ൻ്റെ സ്ക്വയറും. 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം 25. പൈ ഇനി അവസാനം കൊടുത്താൽ 5ൻ്റെ സ്ക്വയർ എത്ര? 25. √2ൻ്റെ സ്ക്വയർ 2 ആണ്. കാരണം ആ റൂട്ട് ഒഴിവായി പോകുന്നതാണ്. റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ? റൂട്ട് കട്ടായിപ്പോൾ. അപ്പോൾ എത്രയാണ്? 2 വരും. അപ്പോൾ 25 × 2. ഇനി ബാക്കിയുള്ളത് പൈ. അപ്പോൾ 25 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. അപ്പോൾ 50 പൈ ആണ് നമുക്ക് എന്ത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. വൃത്തത്തിൻ്റെ വിസ്തീർണം എത്ര? 50 പൈ. ഓപ്ഷൻ സി ആണ് വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 15.625ൻ്റെ ക്യൂബ് റൂട്ട് ഡാഷ് ആണെന്നാണ്. അതായത് ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു വലിയ സംഖ്യയാണ്. ഈ പോയിന്റ് നോക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. 15.625 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യ. 15 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ്. നമ്മളതിനെ മൊത്തമായിട്ട് നോക്കുമ്പോൾ എന്താ ഒരു വലിയ സംഖ്യ പോലെ തോന്നില്ല. അപ്പോൾ നമ്മളിവിടെ റൂട്ട് കാണാം, ക്യൂബ് റൂട്ട് കാണാം. റൂട്ടല്ല, ക്യൂബ് റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ക്യൂബ് റൂട്ട് കാണാൻ നമ്മൾ ആദ്യം ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ പോയിന്റുകൾ ഒഴിവാക്കുക മുകളിൽ നമുക്കറിയാം ഈ 3 സ്ഥാനമുള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ചെയ്യേണ്ട 1000 കൊണ്ട് മുകളിൽ ഗുണിച്ച പോയിന്റ് ഇടും. അപ്പോൾ 1000 കൊണ്ട് മുകളിൽ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? താഴെയും ഒരു 1000 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. കാരണം മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്തില്ല? അതിൻ്റെ വാല്യൂ മാറുന്നില്ല. അപ്പോൾ 15.625ൻ്റെ വാല്യൂ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പോയിന്റ് ഒഴിവാക്കാൻ ചെയ്യേണ്ടത് മുകളിലും ആ പോയിന്റ് 3 സ്ഥാനങ്ങളുണ്ട്, 3 0 വരുന്ന 1000 കൊണ്ട് ഗുണിക്കുന്നു. അതിന് പകരം താഴെ ഒരു 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ മുകളിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക
അല്ലെ 15,625 അല്ലെ 15,625 കിട്ടും. താഴെ നമുക്ക് കിട്ടുന്നത് 1000. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് എന്താണ് കാണേണ്ടത്? 15,625 ഡിവൈഡ് ബൈ 1000 ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിലുള്ളതിൻ്റെ ക്യൂബ് റൂട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ 15,625 ക്യൂബ് റൂട്ട് നമുക്ക് കാണണം. അത് ഡിവൈഡ് ബൈ 1000 ക്യൂബ് റൂട്ട്. 1000 ക്യൂബ് റൂട്ട് സുഖമായിട്ട് കിട്ടും. എത്രയാണ്? 10 വരിക. അല്ലെ 10 ക്യൂബാണ് 1000. ഇനി അതല്ല മുകളിൽ വരുന്ന ഈ 15,625 ക്യൂബ് റൂട്ട് നമുക്ക് കാണുന്നതുകൊണ്ട് തന്നെ നമ്മളിതിന് ചെയ്യേണ്ടത് ക്യൂബ് റൂട്ട് കാണാൻ നമ്മൾ ആദ്യം ഈ 3 സ്ഥാനം മാറ്റി ഒരു അടയാളപ്പെടുത്തുക. പോയിന്റ് ഇടാനല്ല കേട്ടോ, പോയിന്റ് ഓൾറെഡി നമുക്ക് കടന്ന് 3 സ്ഥാനം മാറ്റി അടയാളപ്പെടുത്തുക. ഈ ക്യൂബ് റൂട്ടിൻ്റെ പ്രത്യേകത ഈ അവസാന ഡിജിറ്റില്ലേ ഈ 5, അപ്പോൾ ഏതിൻ്റെ ക്യൂബാണോ ഈ 5ൽ അവസാനിക്കുന്ന നോക്കും അതായിരിക്കും അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് എന്നുള്ള. അപ്പോൾ 15,625 5ൽ അവസാനിക്കുന്ന ഏതിൻ്റെ ക്യൂബ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഏതാ? 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബ് എത്ര? 125. അത് അവസാനിക്കുന്നത് എന്തിലാണ്? 5ലാണ്. ബാക്കി 6ൻ്റെ ക്യൂബ് എടുത്ത 216ആണ്. 7ൻ്റെ എടുത്ത 343. 7ൻ്റെ ക്യൂബ് ഏതിൽ അവസാനിക്കുന്നത്? 3ലാണ്. 2ൻ്റെ ക്യൂബ് എത്ര? 8. അത് 8ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 5ൻ്റെ ക്യൂബേ എന്തിൽ അവസാനിക്കുള്ളൂ? 5ൽ അവസാനിക്കുള്ളൂ. അപ്പോൾ അവസാന ഡിജിറ്റ് ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ അവസാന ഡിജിറ്റ് 5 ആയിരിക്കും. ഇനി അതിന് മുമ്പൊരു ഡിജിറ്റ് ഉണ്ടാവുമല്ലോ, കാരണം ഇതെന്തായാലും ഒരു ഒറ്റ സംഖ്യയുടെ 5ൻ്റെ ക്യൂബ് അല്ലല്ലോ. അപ്പോൾ അതിന് മുമ്പൊരു സംഖ്യ, അപ്പോൾ 15, 25 ഏതെങ്കിലും ആവാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു 3 സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നത്, ഇപ്പോൾ ആദ്യത്തെ 3 625 പോയി, ബാക്കി വരുന്ന 15 അതിന് മുമ്പ് ക്യൂബ് റൂട്ട് വരുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് മുമ്പ് ക്യൂബ് റൂട്ട് കിട്ടുന്നത് നമുക്ക് ആകെ 8ൻ്റെ കിട്ടുള്ളൂ. ഇല്ല 8ൻ്റെ ക്യൂബ് റൂട്ട് എത്ര? 2. 15 കഴിഞ്ഞാണ് ബാക്കി 27 വരുന്നത്. 27ൻ്റെ ക്യൂബ് റൂട്ടാണ് എത്ര? 3. അപ്പോൾ 15ന് മുമ്പ് ആകെ നമുക്ക് വരുന്നത് 8ആണ്. ആ 8ൻ്റെ ക്യൂബ് റൂട്ട് എത്ര എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എത്ര? 2. അതാണ് ആദ്യത്തെ ഡിജിറ്റായിട്ട് വരിക. അപ്പോൾ നമുക്ക് കിട്ടി 15,625 ക്യൂബ് റൂട്ട് എത്രയാണ്? 25 എന്നുള്ള കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ട ഈ 1000ൻ്റെ ക്യൂബ് റൂട്ട് എന്താ വരിക? നമുക്ക് നേരത്തെ പറഞ്ഞു എത്ര? 10ആണ്. അപ്പോൾ 25/10 എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം ഒന്ന് വേണമെങ്കിൽ. ഇപ്പോൾ 25നെ നമുക്ക് 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 5. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 2. അപ്പോൾ 5/2 എന്ന് കിട്ടി. ഇനി ഇതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റാതെ നമ്മൾ അവിടെ വെച്ചോ 5/2. ഉത്തരം ഇവിടെ ഉണ്ട്. ഓപ്ഷനിൽ ഏതാണ്? ഡി ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഭിന്നസംഖ്യയാണ്. നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ തന്നെ കണ്ടുപിടിച്ചത് കേട്ടോ. ഇനി അതിൽ ഡെസിമൽ രൂപത്തിലാണ്, ഇപ്പോൾ ദശാംശ രൂപത്തിലാണ് തരുന്നതെങ്കിൽ നമ്മൾ 5നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 2.5 എന്നായിരിക്കും കിട്ടുക. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി 4ാമത്തെ ചോദ്യം ഇതാണ്. കുറച്ച് വലിയ രീതിയിലൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട എക്സ്പ്ലനേഷൻ എന്ന ഭാഗത്തിലെ റൂൾസുകളാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലെ കൃത്യങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് നിങ്ങൾ പഠിക്കുന്നത്, അതിലെ റൂൾസുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കണ്ടില്ലേ, എക്സ് ഓൾ റേസ്റ്റ് എയിൽ എക്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? റേസ്റ്റ് ആയിട്ട് a raised -1 വന്നു. അത് ഓൾ റേസ്റ്റ് എന്ത് വന്നു? 1/a⁻1 വന്നു. അതിൻ്റെയും ഓൾ റേസ്റ്റ് ആയിട്ട് എന്ത് വന്നു? a/a+1 വന്നു. അപ്പോൾ നമ്മൾ ഒരു റൂളുണ്ട്, a⁻m ഓൾ റേസ്റ്റ് n എന്ന് പറഞ്ഞാൽ a⁻m × n എന്നാണ്. ഇനി ഇത് കുറേ തവണ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ a⁻m അത് ഓൾ റേസ്റ്റ് n അത് ഓൾ റേസ്റ്റ് o എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുകളിൽ വരുന്ന സംഖ്യകളൊക്കെ ഗുണിക്കുക എന്നുള്ളതാണ് മുകളിൽ. അപ്പോൾ a⁻m × n × o mno എന്ന രീതിയിൽ വരും. അപ്പോൾ ആ റൂളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ വന്നിരിക്കുന്ന എക്സിൻ്റെ മുകളിൽ ആദ്യം എന്ത് ചെയ്തു? a⁻1 വന്നു. അടുത്തത് 1/a−1 വന്നു. അടുത്ത് a/a+1 വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടി ഗുണിച്ച് എഴുതണം. ഫസ്റ്റ് എന്ത് വരും? a−a⁻1. അടുത്തത് 1/a⁻1 ഇതും ഗുണിച്ചു. ഇനി അടുത്ത ഗുണിക്കേണ്ട എന്താ? a/a+1. ഇത്രയാണ് നമ്മളിവിടെ ഗുണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം താഴെയുള്ളത് ജസ്റ്റ് നോക്കുക. നമുക്ക് താഴെ ഏറ്റവും ഫസ്റ്റ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എക്സ് ഇവിടെ വന്നു, എക്സ് അവിടെ തന്നെ. ഇനി താഴെയുള്ളത് എന്തൊക്കെയാണ്? ഈ ഗുണിക്കുമ്പോൾ a−1ഉം a+1 അല്ലേ ഗുണിക്കേണ്ടത്. a−a+1 എന്താ? നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. a+b × a−b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. അറിയാത്തവരുണ്ട്, അതും പഠിക്കേണ്ടതാണ്. a+b × a−b എന്ന് പറയുന്നത് a² - b² ആണ്. ഇത് അതേ രൂപത്തിൽ a−1ഉം a+1ഉം രണ്ടെണ്ണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടും അടിയിൽ വരുന്ന ശരിക്കും എന്താണ്? a² - 1² അങ്ങനെയാണല്ലോ. ഇത് a² - b² എന്നല്ലേ. ഇവിടെ a എന്ന് പറയുന്നിടത്ത് നമുക്ക് a തന്നെ തന്നു. ബിയുടെ സ്ഥാനത്ത് അവിടെ വന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് a² - 1² എന്ന് വരും. അപ്പോൾ താഴെ അത് വന്നു. നമുക്ക് ഈ എക്സ് ലാസ്റ്റിലേക്ക് ഇനി വെക്കട്ടെ. ഞാനിത് ജസ്റ്റ് താഴോട്ട് ശരിക്കും ഇത് എന്ത് വരും? താഴോട്ട് വരും.
അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നത് അവസാനം ഇട്ട് കൊടുത്താൽ മതിയല്ലോ, കാരണം വലിയൊരു എക്സാണ് ഇവിടെ വരിക, അതിൻ്റെ മുകളിലാണ് വരിക. അപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം, പവറിലെ ഏറ്റവും താഴത്തെ ഭാഗം ചെയ്തു. ഇനി മുകളിൽ വരുന്ന എന്തൊക്കെയാണ് ബാക്കി നോക്കുക. ഒന്ന് a ഇൻറ്റു a⁻⁻1ഉം, ഇനി 1 നമുക്ക് വേണ്ട, ബാക്കിയുള്ളത് എയുമാണ്. ഇവ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഇത് നമ്മൾ മുകളിലുള്ള മാത്രം ചെയ്യണം, എക്സ് എന്തായാലും അടിയിൽ വരും. അപ്പോൾ മുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് താഴെ വേണമെങ്കിൽ എന്ത് വരാം, a² - 1² നമുക്ക് വേണമെങ്കിൽ a² - 1 എന്ന് എഴുതാം. അതാണ്. ഇനി മുകളിൽ വരുമ്പോൾ ഈ a⁻⁻1 ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, a⁻⁻1 എന്നൊരു സാധനം. അപ്പോൾ അത് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഈ ഒരു സാധനം a⁻⁻1നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. a അങ്ങനെ തന്നെ കിടന്നോട്ടെ, a അങ്ങനെ തന്നെ കിടന്നു. ഈ -1നെ നമുക്ക് 1/a എന്ന് എഴുതാൻ പറ്റും. a⁻⁻1 എന്താ, അത് 1/a ആണ്. അപ്പോൾ അത് ഓൾ റേസ്റ്റ് ഇൻറ്റു a ആണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്കറിയാം ഈ a കൊണ്ട് ഈ ഉള്ളോട്ട് ഗുണിക്കുകയാണ്, ഈ a ആദ്യം ഇതിനെ ഗുണിക്കും, അത് കഴിഞ്ഞ് ഇതിനെ ഗുണിക്കുന്ന. അപ്പോൾ ഈ a കൊണ്ട് a ഗുണിക്കുമ്പോൾ മുകളിൽ വരിക a² എന്നാണ്. പിന്നെ മൈനസ് അങ്ങനെ തന്നെ വരും. ഇനി a ഇൻറ്റു 1/a ഇല്ല, ഇവ തമ്മിലാണ് ഗുണിക്കുന്നതെങ്കിൽ a ഇൻറ്റു 1/a നമ്മളിവിടെ ജസ്റ്റ് ഓർത്തത് a ഇൻറ്റു 1/a എന്ന് പറഞ്ഞാൽ ഈ എയും ക്യാൻസൽ, ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, 1 ഉണ്ടാവും. അപ്പോൾ അവിടെ ബാക്കി എന്താ 1 ആണ്. അപ്പോൾ മുകളിൽ വരുന്നത് എന്ത്, a² - 1, താഴെ എന്താ വന്നത്, a² - 1. അപ്പോൾ ഈ മുകളിലും താഴെയും a² - 1 തമ്മിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക, 1 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ പവറായിട്ട് എഴുതുമ്പോൾ നമുക്കതിന് എന്ത് ചെയ്താം, x⁻1 എന്ന് എഴുതാം. കാരണം മുകളിലെല്ലാം കൂടി എന്ത് ചെയ്തു, അത് വെട്ടിച്ചതായി x⁻1 എന്നായി മാറി. ഇനി x⁻1 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, എക്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇത് നമ്മൾ കൃത്യങ്ങളുടെ റൂള് കുറച്ച് നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. m×n × o എന്ന് അറിയണം ആദ്യം. രണ്ടാമത് a+b × a-b എന്ന റൂൾ അറിയണം. അപ്പോൾ അത് a² - b², അത് നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ a⁻⁻1 അതൊക്കെ കൃത്യങ്ങളുടെ റൂളാണ്. a⁻⁻1 ആണ്, അത് 1/a എന്നൊക്കെയുള്ള കൃത്യങ്ങൾ പഠിക്കുന്ന റൂളുകളാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇത്രയും സ്റ്റെപ്പുകളൊന്നും വേണ്ട കേട്ടോ, ഞാൻ മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഴുതിയിരിക്കുന്നത്. പരീക്ഷകൾ ധാരണ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വെട്ടിച്ചെറുതാക്കി സ്റ്റെപ്പുകളൊക്കെ ചുരുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കുക. ചോദ്യം എന്നാണ്, ഒരു വസ്തുശില്പ ഘടന നൽകിയിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ തുറന്ന് ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. 13 അർദ്ധവൃത്തങ്ങൾ ചേർന്ന് അത്തരമൊരു വസ്തുശില്പഘടനയുടെ ആകെ നീളം എത്രയാണ്? ഇങ്ങനെ അർദ്ധവൃത്തങ്ങൾ കൂട്ടി പോണ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് കൺസെപ്റ്റ് ജസ്റ്റ് ഈ ചിത്രം നമുക്ക് വേണ്ട ചെയ്യണമെങ്കിൽ എന്നാലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള അകലമാണ് ആദ്യത്തെ ഈ 0.5 എന്ന് പറയുന്നത്. കാരണം ആ എ കേന്ദ്രമാക്കിയിട്ടാണ് ആദ്യത്തെ ചിത്രം വരയ്ക്കുന്നത് അല്ലേ. എയിൽ നിന്ന് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ എ കേന്ദ്രമാക്കി ആദ്യത്തെ അർദ്ധവൃത്തം വരച്ചു. ആ അർദ്ധവൃത്തമാണ് ഇത് ഈ L1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്, അത് ബി കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുന്ന് 0.5 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും കൂടി എന്തുണ്ടാവും, 0.5. അപ്പോൾ ഈ 2 0.5 കൂടി ചേരുമ്പോൾ എത്ര, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് 1 സെൻറ്റ്. അത് കേന്ദ്രമാക്കി ഒരു അർദ്ധവൃത്തം വരച്ചതാണ് ഇത് രണ്ടാമത്തെ L2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വേണ്ട എത്ര, 1.5 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഇത് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ. അതേ ലെങ്ത് തന്നെയല്ലേ ഇവിടെയും കണ്ട, കാരണം ഇതും റേഡിയസ് തന്നെയല്ല അർദ്ധവൃത്തം. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. ഇനി ഇത് എ കേന്ദ്രമാക്കി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എ കേന്ദ്രം വേണ്ടേ. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ ഇവിടെയുണ്ട്, ബിന്ന് ഈ അറ്റം വരെ നമുക്ക് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് എത്ര ഉണ്ട്, 0.5 ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് പി ലെങ്ത് ആണ് കേട്ടോ. ഈ ലെങ്ത്ത് എത്രയായിരിക്കും, 1.5. എന്നിട്ട് എ കേന്ദ്രമായിട്ടാണ് നമ്മൾ അടുത്തത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത അർദ്ധവൃത്തം വരയ്ക്കുന്നത്. അപ്പോൾ ആ അർദ്ധവൃത്തത്തിൻ്റെ റേഡിയസ് എത്ര, 1.5 ആണ്. അപ്പോൾ 1.5 അങ്ങനെ നമ്മൾ തുടർന്ന് ഇങ്ങനെ 13 അർദ്ധവൃത്തങ്ങൾ ഇങ്ങനെ വരച്ചുണ്ടാക്കും. അതിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. ഈ അർദ്ധവൃത്തത്തിന് ലെങ്ത്ത് കാണുന്നതാണ് ഈ ലെങ്ത്ത് നമുക്ക് കാണണം. ആദ്യം നമ്മൾ ഈ ലെങ്ത്ത് കാണണം, പിന്നെ ഈ ലെങ്ത്ത് കാണണം, ഇത് കൂട്ടിയ 2 അങ്ങനെ ഇത് മൂന്നാമത്തെ കൂട്ടുമ്പോൾ 3 അങ്ങനെ 13 ഈ അർദ്ധവൃത്തങ്ങൾ കൂട്ടിയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയേണ്ട ആദ്യത്തെ കേസ് അർദ്ധവൃത്തത്തിൻ്റെ നീളം കാണാനാണ്. ഈ അർദ്ധവൃത്തത്തിൽ ഈ കർവ്ഡ് ഏരിയയുടെ മാത്രം നീളം കാണാൻ ചോദിച്ചാൽ സാധാരണ ഒരു വൃത്തത്തിൻ്റെ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ 2πr ആണ്. അതിൻ്റെ പകുതിയായിരിക്കും ആ കർവ്ഡ് ഏരിയ എന്ന് പറയുന്നത്. അത് എത്രയാണ്, πr ആണ്. അപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ നീളം കാണാൻ എത്ര, πr ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു πr നമുക്ക് കണ്ടാൽ മതി, അല്ല 13 πr. അതായത് π നമുക്ക് r1 അങ്ങനെ πr2 അങ്ങനെ πr3
അങ്ങനെ തുടർന്ന് നമ്മൾ എന്ത് പോകണം, പൈ R3 വരെയുള്ളത് നമുക്ക് കാണാം. അല്ലേ, അങ്ങനെ ടോട്ടൽ 30 R3 അപ്പോൾ പൈ R30 വരെ നമുക്ക് കാണും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ R1, R2, R3 അങ്ങനെ പോലെ R30 വരെ നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പോൾ R1 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 0.5 ആണ്. R2 എന്ന് പറയുന്നത് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണ്. R3 എന്ന് പറയുന്നത് എത്ര, 1.5 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് സമാന്തര ശ്രേണിയുടെ ഇക്വേഷനിലേക്കൊക്കെ പോയിട്ട് നമുക്ക് 13 R30 എത്രയെന്ന് കാണാം. ഇനി അതല്ലേ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫസ്റ്റത്തെ റേഡിയസ് കാണാൻ നമുക്ക് 0.5 ആണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ. ഈ 0.5നെ 2 കൊണ്ട് ഗുണിച്ചാണ് അത്ര ഈ 1 സെൻറ്റിമീറ്റർ. R3 കാണാനോ ഈ 0.5നെ 3 കൊണ്ട് ഗുണിച്ചതാണ് അത്ര 1.5 എന്ന് പറയുന്നത്. R4 എത്രയായിരിക്കും, ഈ 0.5നെ 4 കൊണ്ട് ഗുണിച്ച 2. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഓരോ റേഡിയസും കാണാൻ നമുക്ക് എത്രാമത്തെ റേഡിയസ് ആണ് കണ്ട് അതിനെ 0.5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ നാലാമത്തെ കാണാൻ 4നെ 0.5 കൊണ്ട് ഗുണിച്ചപ്പോൾ 2 കിട്ടി. അങ്ങനെയാണ് 13ാമത്തെ വരെ നമുക്ക് കാണണം. അപ്പോൾ 13ാമത്തേൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 13 × 0.5 ആണ്. അത് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര, 6.5 ആണ്. അപ്പോൾ 13 × 0.5 എന്നത് നമുക്ക് എന്ത് കിട്ടും, 6.5 കിട്ടും. അപ്പോൾ 13ാമത്തെ റേഡിയസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ എല്ലാ റേഡിയസും കൂടി കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. അത് പൈ R1, പൈ R2 ഇങ്ങനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. മറ്റൊന്ന് ഫസ്റ്റ് നമ്മൾ പൈ R1 പ്ലസ് പൈ R2 പ്ലസ് അങ്ങനെ പോയി നമുക്ക് എവിടെ വരെ കൂട്ടണം, പൈ R13 വരെ നമുക്ക് കൂട്ടണം. ഇപ്പോൾ നമുക്ക് ഇതിൽ കോമൺലി അറിയാം ഈ പൈ എന്ന് പറയുന്നൊരു കോമൺ സാധനമല്ലേ. അപ്പോൾ ആ പൈ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പൈ പുറത്തെടുത്താൽ ബാക്കി എന്തേ ഉള്ളൂ, ഈ R1 പ്ലസ് R2 പ്ലസ് അങ്ങനെ പോയി R13 വരെ നമുക്ക് കൂട്ടിയാൽ പോരെ. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം, പൈ അങ്ങനെ തന്നെ വന്നു. പൈക്കൊക്കെ വാല്യൂ ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. കൈക്ക് എന്തായാലും വാല്യൂ കൊടുക്കണം, കാരണം ഓപ്ഷനിലും ചോദ്യത്തിലും പറഞ്ഞിട്ടുണ്ട് പൈ = 22/7 എന്ന് കൊടുക്കാൻ. പിന്നെ ഓപ്ഷൻ നോക്കിയാൽ അറിയാം പൈ ഇല്ലാത്തതുകൊണ്ട് പൈക്ക് വാല്യൂ എന്തായാലും കൊടുക്കണം, നമ്മൾ എന്തായാലും അവസാനം കൊടുക്കുള്ളൂ. ഇനി നമുക്ക് ഈ R1, R2 വാല്യൂ കൊടുക്കുമ്പോൾ R1 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, 0.5 ആണ്. R2 എന്ന് മാത്രം 1 ആണ്. R3 ആണെങ്കിൽ അത് 1.5 ആണ്. അങ്ങനെ പോയി നമുക്ക് R30 എന്ന് പറയുന്നത് നമുക്ക് എത്ര, 6.5 ആണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടണ്ടേ. ഇവിടെ പൈ കോമൺ ആയിട്ട് നമുക്ക് ബാക്കി പോയിന്റിലുള്ള സംഖ്യകൾ കൂട്ടിയാൽ പോരാ. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ മെത്തേഡ് എടുക്കുക. ഒന്ന് സമാശ്രേണിയുടെ മെത്തേഡ് ആണെങ്കിൽ പൈ അവിടെ നിന്നോട്ടെ, നമുക്ക് ഈ പോയിന്റിൽ ആദ്യ പദം 0.5ഉം അവസാന പദം 6.5 ആണ്. ഇതിൻ്റെ പദങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ നമുക്ക് സമാശ്രേണി ഇക്വേഷൻ അറിയാത്തൊരു ഇതാണ് സം ഓഫ് n ടേം എന്ന് ചോദിച്ചാൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം, അതായത് നമ്മൾ x1 എന്നോ t1 എന്നോ കൊടുക്കാം, പ്ലസ് അവസാന ടേം xn എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സമാശ്രേണി പദങ്ങളുടെ തുക കാണുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn. അതായത് n/2 എന്ന പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി, n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണമാണ്, അതിൻ്റെ പകുതിനെ നമ്മൾ ആദ്യ പദം കൊണ്ടിൻ്റെയും അവസാന പദത്തിൻ്റെ തുക കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഇക്വേഷനിൽ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് പൈ അങ്ങനെ തന്നെ അവിടെ വെച്ചു. നമ്മൾ ബാക്കി ബ്രാക്കറ്റിൽ അതിൻ്റെ തുക കാണാൻ, ബ്രാക്കറ്റിൽ നമുക്കറിയാം 13 പദമുണ്ട്, കാരണം 13 എണ്ണത്തിൻ്റെ 13 അർദ്ധവൃത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി 13 R30 നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നിന് വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. n എത്രയാണ്, 10. അപ്പോൾ 13/2 നമ്മൾ അതിൻ്റെ തുകയായിട്ട് കാണും ഈ പോയിന്റിൽ. അപ്പോൾ n/2 എന്ന് വരും, 13/2. ഇനി ആദ്യ പദം നമുക്കറിയാം എത്രയാണ്, 0.5 ആണ്. അവസാന പദവും നമുക്കറിയാം എത്രയാണ്, 6.5 ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യ പദം അവസാന പദം കണ്ടുപിടിച്ചത്. അപ്പോൾ 0.5ഉം 6.5ഉം ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ പൈക്ക് ഇനി നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഇനി വീണ്ടും ആ പൈ വെച്ച് പോകണ്ട, പൈക്ക് നമ്മൾ 22/7 കൊടുത്തു. ഈ 13/2 അങ്ങനെ തന്നെ വന്നു. ഇനി 0.5ഉം 6.5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി കഴിയുന്നതെല്ലാം വെട്ടിപ്പോക്കാം. ഈ 7ഉം 7ഉം നമുക്ക് സുഖമായിട്ട് വെട്ടിപ്പോകും. ഇനി ബാക്കിയുള്ള 22ഉം 2ഉം തമ്മിൽ ഹരിച്ചാൽ 11 കിട്ടും. ഇനി ബാക്കിയുള്ള 11 × 13 ആണ്, അത് എത്രയാണ്, 143 ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വരുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഇതിൻ്റെ റേഡിയസ് R1, R2 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ R1 ആയിട്ട് 0.5, R2 ആയിട്ട് 1, അങ്ങനെ പോയി നമുക്ക് 13ാമത്തെ അർദ്ധവൃത്തത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 13 × 6.5 വരും, അതായത് 6.5 വരും. അപ്പോൾ 13ാമത്തെ റേഡിയസ് നമ്മളങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമുക്കിനി വേണ്ട എല്ലാം
ഇതിൻ്റെ അർദ്ധവൃത്ത നീളം കൂട്ടാൻ. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തെ നീളം എന്ന് പറഞ്ഞാൽ പൈ ആറാണ്. അങ്ങനെ 13 കൂട്ടണം. അപ്പോൾ പൈ R1 പൈ R2 പൈ R3 അങ്ങനെ പോയി 13 പൈ വരെ നമുക്ക് കൂട്ടണം. അതായത് പൈ R13 വരെ നമ്മൾ കൂട്ടും. അതിൽ പൈ കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ച് ബാക്കി R1 R2 അങ്ങനെ പോയി R30 വരെ ചെയ്യുന്നു. അതിൽ നമുക്കറിയാം R1 എന്ന് പറഞ്ഞാൽ 0.5, R2 എന്ന് പറഞ്ഞാൽ 1, അങ്ങനെ പോയി R30 എന്ന് പറഞ്ഞാൽ 6.5. ഇതൊരു സമാന്തര ശ്രേണിയിലാണ് പോകുന്നത് ഇതിൻ്റെ വാല്യൂസ് റേഡിയസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സമാന ശ്രേണിയിൽ പദങ്ങളുടെ തുക കാണാം. നമുക്ക് 0.5 1 1.5 2 അങ്ങനെ കൂട്ടി 6.5 വരെ കൂട്ടണ്ടേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, സമാന ശ്രേണി ഇക്വേഷൻ ഉപയോഗിക്കുന്നു. സമാന ശ്രേണി പദങ്ങളുടെ തുക കാണാൻ ഇക്വേഷനാണ് n/2 ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം. ആദ്യപദത്തെ നമ്മൾ x1 എന്നും അവസാന പദത്തെ xn എന്നും കൊടുക്കുക. ഇനി t1 എന്നും tn എന്നും കൊടുക്കാം. ടേം 1 ടേം n എന്ന രീതിയിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ പൈ അവിടെ തന്നെ നിലനിർത്തി, ഇതിലെ പൈ അതേപോലെ തന്നെ അവിടെ നിലനിർത്തി. പിന്നെ n/2 അടുത്ത് n എന്ന് പറഞ്ഞാൽ 13 എന്നാണ്, 13/2 കൊടുത്തു. പിന്നെ 0.5 പ്ലസ് 6.5, ആദ്യപദം 0.5 അവസാന പദത്തിൽ 6.5. ഇനി നമ്മൾ ആ പൈക്ക് വാല്യൂ കൊടുക്കുമ്പോൾ 22/7 കൊടുത്തു. പിന്നെ 13/2 അങ്ങനെ തന്നെ കൊടുത്തു. ഈ 0.5 6.5 കൂട്ടി അത്ര 7 കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് 7 7 കിട്ടി. 22 2 തമ്മിൽ ഹരിച്ചാൽ 11 കിട്ടും. 11 × 13 നമുക്ക് 143 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ കോഡിങ് ഡീകോഡിങ് എന്നുള്ള സെക്ഷനിൽ പെടുന്നതാണ് അല്ലേ. 6 എന്ന് പറഞ്ഞാൽ 18ആണ്, R80 എന്ന് പറഞ്ഞിട്ട് 39 അല്ലേ, റാറ്റ് എന്ന് പറഞ്ഞാൽ 39. അതുപോലെ ക്യാപ്പ് എത്ര കണ്ടുപിടിക്കാനാണ്, CAP എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിന് നമുക്കറിയേണ്ട ഈ ഓരോ ലെറ്റേഴ്സിന് കോഡ് അറിഞ്ഞിരിക്കാനുള്ള, അപ്പോൾ അത് കണക്ട് ചെയ്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 18ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് A എന്ന് പറഞ്ഞാൽ എത്രയാണ്, T എന്ന് പറഞ്ഞാൽ എത്രയാണ്, അങ്ങനെയാണ് C എത്രയാണ്, A എത്രയാണ്, P എത്രയാണ്. അങ്ങനെയാണ് നമുക്ക് ക്യാപ്പിൻ്റെ കണക്ക് എന്ത് ചെയ്യണം, C അറിയണം, A അറിയണം, P അറിയണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഈ കോഡിങ്ങിൽ ഈ ആൽഫബറ്റ്സ് എന്ന് നമ്മൾ എഴുതി പഠിക്കുക. അത് ABCDE ഇങ്ങനെ നേരെ എഴുതുന്ന പകരം 5 വീതം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ആദ്യം E എഴുതി, പിന്നെ നമ്മൾ അടുത്ത 5 FGHIJ, പിന്നെ KLMNO, പിന്നെ PQRST, പിന്നെ UVWXYZ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യ ലെറ്റേഴ്സിൻ്റെ എത്രാമത്തെ ലെറ്ററാണെന്ന് കണ്ടുപിടിക്കുക എളുപ്പമാണ്. ഇനി അതിൽ നമ്മൾ ഇതിന് മുകളിലൊക്കെ 1 2 3 അങ്ങനെ 26 വരെ നമ്പർ ഇട്ട് കൊടുക്കണം. നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളോട് ചിലപ്പോൾ Hൻ്റെ എത്രാമത്തെ ലെറ്ററാണ് മനസ്സിലാക്കുക, H എന്നാണല്ലേ. അപ്പോൾ ആദ്യം 5 കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഒരു 3 കൂടി കൂട്ടിയാൽ പോരാ, അപ്പോൾ 8ാമത്തെ അല്ലേ. ഇനി M ആണ് ചോദിച്ചു കഴിഞ്ഞാൽ 5 5 10 10 കഴിഞ്ഞ് ബാക്കി ഒരു 3 കൂടി കൂട്ടിയാൽ പോരാ, 13. ഇനി N ആണെങ്കിൽ നമുക്കറിയാം 10 4 കൂട്ടിയാൽ 14, അല്ലെങ്കിൽ 15ന് തൊട്ട് ബാക്കിലാണ്, അപ്പോൾ 14 പറയാം. ഇനി നിങ്ങളോട് പെട്ടെന്ന് Q ആണ് ചോദിക്കുന്നത്, നമുക്കറിയാം O വരെ 15, പിന്നെ 2 കൂടി കൂട്ടിയാൽ 17. അങ്ങനെ നമുക്ക് ഇങ്ങനെ 5 വീതം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെറ്ററിൻ്റെയും എണ്ണം എത്രാമത്തേത് നമുക്ക് കണ്ടുപിടിക്കും. അല്ല കാണാതെയൊക്കെ പഠിക്കേണ്ടി വരും. അതിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് എല്ലാം വെറുതെ കാണാതെ പഠിക്കുന്ന നേരം കൊണ്ട് ജസ്റ്റ് ഒരു 5 വീതം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏത് ലെറ്ററിൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ റാറ്റിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ RAT അതിൻ്റെ വാല്യൂ ചെയ്ത് അത് എങ്ങനെ 39 എന്ന് നോക്കുക. ഇനി അതുപോലെ നമ്മൾ ക്യാപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഓരോ ലെറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ നോക്കാറുണ്ട്. അവിടെ 5 10 15 15 3 18 ഓൾറെഡിയും തന്നിട്ടുണ്ട്. 6 എത്രയാണ്, 18. ഇനി ഇവിടെ 6 തന്നിട്ട് 20 ആണ്, 18 2 കൂട്ടിയതാണെന്ന് മനസ്സിലാക്കിയതോ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നിരിക്കുന്ന 6 എത്ര, 18 അങ്ങനെ തന്നെ കൊടുത്തു. A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1ാമത്തെ ലെറ്റർ. T നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, 20 കിട്ടില്ല. ഇവിടെ നമുക്ക് 5 10 15 20 20ാമത്തെ ലെറ്റർ അല്ലേ T. അങ്ങനെ നോക്കിയാൽ മതി. ഇനി നോക്കുക, ഇതെല്ലാം കൂടി കൂട്ടിയതാണ് ശരിക്കും 39 വന്നത് അല്ലേ. 18 + 1 + 20 ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ 39 വന്നത്. അപ്പോൾ മുകളിൽ വരുന്ന ലെറ്റേഴ്സ് എല്ലാം നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ക്യാപ്പിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ക്യാപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ C എന്ന് പറയുന്നത് നമുക്ക് 3ാമത്തെ ലെറ്ററാണ്, A എന്ന് പറയുന്നത് 1ാമത്താണ്, P എന്ന് പറഞ്ഞാൽ 16ാമത്തെ ലെറ്ററാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുക. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 3 + 1 + 16 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 20 കിട്ടും. അപ്പോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 വേഗം കിട്ടി. ഇതിങ്ങനെ കൂട്ടിയിട്ട് തന്നെ വേറെ നിർബന്ധമില്ല, ചിലപ്പോൾ ഗുണിച്ചിട്ട് വരാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയണം. ഇപ്പോൾ 18 1 ഗുണിച്ചാൽ 18 18 × 20 ഗുണിക്കുമ്പോൾ 18 2 36 360 എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം. 39 വരും. അതുപോലെ ഇപ്പുറത്തും ഗുണിച്ചിട്ടുള്ള സംഖ്യ എഴുതും. അതൊക്കെ വരുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്ക്, 18 1 20 നമ്മൾ അതിങ്ങനെ 39 നോക്കിയപ്പം കൂട്ടിയതാണ്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ അധികം വരാറ് അത് കൂട്ടിയിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ 18 1 കൂട്ടി 19 19 20 കൂട്ടി 39 സുഖമായിട്ട് കിട്ടി. അതേപോലെ ഇവിടെയുള്ള ലെറ്റേഴ്സ് കൂട്ടിയാൽ മതി. ഇപ്പോൾ C എന്ന് പറഞ്ഞാൽ 3ാമത്തെയാണ്, A എന്ന് പറഞ്ഞാൽ 1ാമത്തെയാണ്, P എന്ന് പറഞ്ഞാൽ 16ാമത്തെ. അപ്പോൾ 3 1 4 4 16 കൂട്ടി 20. അപ്പോൾ ആൻസർ കിട്ടി 20. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
A512 പിന്നെ ഈ 216 അങ്ങനെയാണെങ്കിൽ M8 തന്നു അതിൻ്റെ ഇടയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ള. അപ്പോൾ ഈ സംഖ്യ കാണുമ്പോൾ മനസ്സിലായി 512 216 എന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം അത് ക്യൂബുകളാണ്. ഈ 512 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 8ൻ്റെ ക്യൂബാണ്. 216 എന്ന് പറയുന്നത് എത്രയാണ്? 6ൻ്റെ ക്യൂബാണ്. ഇനി അവിടുത്തെ വിട്ടു. അത് കഴിഞ്ഞ ലാസ്റ്റ് 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് 6ൻ്റെ ക്യൂബ് ഇവിടെ 8. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയത് ഏതാ? 4. അപ്പോൾ 4ൻ്റെ ക്യൂബാണ് അവിടെ വരേണ്ടത്. അപ്പോൾ 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64 അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, 64. ഉത്തരമായി. ഇനി ബാക്കിയൊന്നും കണ്ടുപിടിക്കേണ്ട. ഈ ആയതോ എന്തായതോ ഒന്നും നമ്മൾ നോക്കണ്ട. ജസ്റ്റ് കിട്ടി എന്ത്? അവിടെ വരെ ക്യൂബുകൾ 512 8ൻ്റെ ക്യൂബ്, 216 6ൻ്റെ ക്യൂബ്, പിന്നെ അവസാനം 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ 8 6 അങ്ങനെ 2ൻ്റെ ഇരട്ട സംഖ്യകൾ കുറഞ്ഞ് പോവുകയാണ് ഇത്. അപ്പോൾ 8 കഴിഞ്ഞു, 6 കഴിഞ്ഞു, അടുത്ത് പിന്നെ വരേണ്ടത് 4 4 കഴിഞ്ഞാൽ ശരിക്കും 2 വരേണ്ടത്. 4ൻ്റെ ക്യൂബ് 64. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? ഈ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അവിടെ വരുന്നത്. ക്യൂബാണെന്ന് മനസ്സിലാവണേ. ഇത് ഒരിക്കലും സ്ക്വയർ അല്ല. കാരണം 216 ഒന്നുമില്ല, സ്ക്വയറുകളല്ല, 512 സ്ക്വയറുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? AEM അതിൻ്റെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്ര മതി. എന്നാലും ജസ്റ്റ് അതെങ്ങനെ വന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ അതിനാണ് നമ്മൾ നേരത്തെ പഠിച്ച സാധനം. എന്ന് പറയുന്നത് നമുക്ക് 1ാമത്തെ ലെറ്റർ ആയിട്ടാണ് വരിക. അതുപോലെ എന്ന് പറയുന്നത് നമുക്ക് 5ാമത്തെ ലെറ്റർ ആയിട്ട് വരിക. ഇനി ഒന്ന് ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് M എന്ന് പറയുന്നത് നമുക്ക് 13ാമത്തെ ലെറ്റർ ആയിട്ടാണ് വരിക. ഇല്ല, ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ മതി. M എന്ന് പറയുന്നത് എത്ര? 13ാമത്തെ ലെറ്ററാണ്. എങ്ങനെ മനസ്സിലാവുന്നത് നോക്കാം. ഇവിടെ നോക്കാം, J വരെ 10, M നോക്കുമ്പോൾ 13. അപ്പോൾ അത് നമുക്ക് കിട്ടി M 13ാമത്തെ ലെറ്ററാണ്. അപ്പോൾ 1 5 13 ആ ഒരു പാറ്റേണിലാണ് പോയത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഈ 1നോട് 4 കൂട്ടിയതാണ് എത്ര? 5. അപ്പോൾ 5നോട് 4 കൂട്ടി 9ാമത്തെയാണ് ഇവിടെ വരേണ്ടത്. 9നോട് 4 കൂട്ടി 13. അപ്പോൾ 9ാമത്തെ ലെറ്റർ നോക്കുമ്പോൾ അതേതാ? I. ഇവിടെ നോക്കിയാൽ മതി. തൊട്ടുമ്പത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കാം 5 ഇവിടെ I എന്ന് പറഞ്ഞാൽ 9ാമത്തെ 5നോട് 4 കൂട്ടി 9ാമത്തേത് I ആണ്. അപ്പോൾ ആ പാറ്റേൺ ലെറ്റേഴ്സ് വന്ന് ഇനി 264 വന്നാൽ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ ആ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് നോക്കി പോകുക എന്നുള്ള. ഫസ്റ്റ് ലെറ്റർ നോക്കുമ്പോൾ എന്തിട്ടും I എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 8ാമത്തെ ചോദ്യത്തിൽ പോകാം. 8ാമത്തെ ചോദ്യം ഇതാണ്. 30/9/2017 മുതൽ 5 വർഷം 5 മാസം 5 ദിവസം പൂർത്തിയാകുന്ന തീയതി ഏതെന്നാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ എളുപ്പമുള്ള ടൈപ്പ് ചോദ്യമാണ്. തന്നിരിക്കുന്ന ദിവസത്തിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 വർഷം 5 മാസം 5 ദിവസം കൂട്ടിയാൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30/9/2017 നമ്മളിതിനോട് ഈ 5 വർഷം 5 മാസം 5 ദിവസം കൂട്ടുകയാണ്. ആദ്യം കൂട്ടേണ്ട എപ്പോഴും ദിവസമാണ്. അത് കഴിഞ്ഞ് മാസം കൂട്ടുക, അത് കഴിഞ്ഞ് മാത്രം വർഷം കൂട്ടുക. അപ്പോൾ നമ്മൾ ഈ 30/9/2017 5 ദിവസം കൂട്ടുക പറയുമ്പോൾ നമുക്ക് ഇതിനോട് പ്ലസ് 5 ഡേയ്സ് വരും. 5 ഡേയ്സ് കൂട്ടുമ്പോൾ ശരിക്കും 30 ആകുമ്പോൾ എന്തായി? അത് 35. പക്ഷേ ഈ 9ാം മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസമല്ലേ? സെപ്റ്റംബറിൽ എത്ര ദിവസമേ ഉള്ളൂ? നമുക്ക് ആകെ 30 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിനോട് 5 കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത മാസത്തിൽ 5ാം തീയതി. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് അടുത്ത മാസം ഒക്ടോബർ. അപ്പോൾ ഒക്ടോബർ 5ലേക്കാണ് നമുക്ക് പോവുക. അപ്പോൾ 5ാം ദിവസം ഏതാണ്? ഒക്ടോബർ മാസം 2017 അപ്പോൾ 5 ദിവസം മാത്രം കൂട്ടിയാൽ എന്ത് വരും? ഈ സെപ്റ്റംബർ 30 എന്തായി? 5 ദിവസം കൂട്ടുമ്പോൾ അത് ഒക്ടോബർ 5ലേക്ക് മാറി. ഇനി അവിടുന്ന് 5 മാസം കൂട്ടണം. അവിടുന്ന് കൂട്ടേണ്ടതാണ് 5 മന്താണ്. സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കൂട്ടണം കേട്ടോ, അതാണ് എളുപ്പം. ഇപ്പം നമുക്ക് ഈ 10ാം മാസത്തിനാണ് എന്ത് ചെയ്യണം? 5 മാസം കൂട്ടണം. 5 മാസം കൂട്ടിയാൽ അത് എത്രയാണ്? 15ാം മാസം. ഒരു വർഷത്തിൽ എത്രയേ ഉള്ളൂ? 12 ഉള്ളൂ. അതിനർത്ഥം എന്താ? ആ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലെ 3ാമത്തെ മാസത്തിലേക്ക് പോയതാണ്. 10ന്ന് 15 5 കൂട്ടിയ 15ാം മാസത്തും അത് ശരിക്കും ഒരു വർഷം 12 ഉള്ളൂ. അപ്പോൾ 12 കഴിഞ്ഞ് ബാക്കി 3 മാസം. അപ്പോൾ അടുത്ത വർഷത്തിലെ 3ാം മാസം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് 3ാം മാസത്തിൽ ഇത് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇത് 2018. അപ്പോൾ ആ തീയതി അതേ തീയതി തന്നെ ആയിരിക്കും. ഇത് 5. അപ്പോൾ 5/3/2017 അതായത് മാർച്ച് 5ലേക്ക് പോയി. 2018 മാർച്ച് 5ആയി മാറി. ഏത്? 5ാം മാസം കൂട്ടിയപ്പോൾ. ഇനി അതിനോട് നമുക്ക് എന്ത് ചെയ്യണം? 5 വർഷം കൂട്ടണ്ടേ? 5 ഇയർ കൂട്ടുക എന്നാണ്, വേറെ ഒന്നുമില്ല. ഈ 2018 കൂട്ടുക. അപ്പോൾ 2018 5 കൂട്ടിയാൽ 2023 ആകും. അപ്പോൾ 2023 മാർച്ച് 5 5/3/2023 ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? D ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡേറ്റ് ദിവസം എത്ര? 5 മാസം 5 വർഷം 5 മാസം 5 ദിവസം കൂട്ടുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൂട്ടുക. ആദ്യം ദിവസം കൂട്ടുക, അത് കഴിഞ്ഞ് മാസം കൂട്ടുക, അത് കഴിഞ്ഞ് മാത്രം വർഷം കൂട്ടുക. ഓക്കെ, നമുക്ക് അടുത്ത 9ാമത്തെ ചോദ്യമാണ്. ഒരു വാച്ചിന് മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. അത് 30 മിനിറ്റ് അതിൻ്റെ അഗ്രം സഞ്ചരിച്ചാൽ ദൂരം കണക്കാക്കുക. ഇപ്പോൾ ഒരു മിനിറ്റ് സൂചി നമുക്ക് എപ്പോഴും ക്ലോക്ക് ഒരു വൃത്താണ്. അപ്പോൾ അതിൽ മിനിറ്റ് സൂചിയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു മിനിറ്റ് സൂചി നമ്മൾ എന്ത് ചെയ്തു?
മിനിറ്റ് സഞ്ചരിച്ച ഈ മുകളിലോട്ടുള്ള സൂചി എവിടേക്ക് എത്തും? ഇവിടേക്ക് എത്തുന്നല്ലേ, താഴോട്ടാവൂലേ? കാരണം 30 മിനിറ്റ് താഴെയല്ലേ. അപ്പോൾ അതിൻ്റെ അഗ്രം സഞ്ചരിക്കുക എന്നാണ് ഇത്രയും ഭാഗമല്ലേ, അതായത് ആ വൃത്തത്തിൻ്റെ അർദ്ധവൃത്തമല്ലേ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് കാണണമെങ്കിൽ ഇത്രയും അർദ്ധവൃത്തത്തിൻ്റെ ഈ ഒരു നീളമല്ലേ കാണേണ്ടത്, ഇത് ചാപത്തിൻ്റെ നീളം അല്ലേ. അതിൻ്റെ ഈ നമുക്കറിയാം അതിൻ്റെ അർദ്ധവൃത്തത്തിൻ്റെ ചാപത്തിന് നീളം കാണാൻ തൊട്ട് മുമ്പത്തെ ടൈപ്പിലൊക്കെ നമ്മളൊരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു വൃത്തത്തിൻ്റെയാണ് 2πr ആണ്, ചാപത്തിൻ്റെയാണ് അത് എത്രയാണ്, നേരെ പകുതി ആയിരിക്കും, എത്ര πr ആണെന്ന് വരിക. അപ്പോൾ നമുക്ക് പൈക്ക് ഇവിടെ കൊടുക്കേണ്ട വാല്യൂ തന്നിട്ടുണ്ട് എത്ര, 3.14. ഇനി ഇവിടെ റേഡിയസ് എന്താണെന്ന്, അതിനാണ് നമുക്ക് സൂചിയുടെ നീളം തന്നെ, ആ സൂചിയാണല്ലോ കറങ്ങുന്നത്, അപ്പോൾ അതാണ് അതിൻ്റെ റേഡിയസ്. അപ്പോൾ റേഡിയസ് അവിടെ തന്നു എത്രയാണ്, 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 3.1 പൈക്ക് നമ്മൾ കൊടുത്തു 3.14, അതുപോലെ ആറിന് എന്ത് കൊടുത്തു 1.5. ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര, 3.14 ഇൻറ്റു 1.5 എന്നാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ ഗുണിച്ച് കഴിഞ്ഞാൽ ഏകദേശം 4.71 കിട്ടും. ഒന്ന് വേണം ഗുണിച്ചുതരാം. ആദ്യം നമ്മൾ പോയിൻ്റ് ഇല്ലാതെ 314 15 തമ്മിൽ ഗുണിക്കുക, 4 5 20 0, ബാക്കി 2 ഉണ്ട്, 1 5 5 2 7 വരും, പിന്നെ 3 5 15 വരും, പിന്നെ 1 4 4 വരും, 1 1 1 വരും, 1 3 3 വരും, പിന്നെ കൂട്ടുമ്പോൾ 0 7 4 കൂട്ടി 11, ബാക്കി 1 5 6 1 7 വരും, പിന്നെ 3 1 4 വരും. അപ്പോൾ നമുക്ക് ഗുണിച്ചാൽ കിട്ടുക ആദ്യം എത്ര, 4710. ഇവിടെ നോക്കേണ്ട ഈ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 2 സ്ഥാനം ഫസ്റ്റ്, പിന്നെ ഇവിടെ ഒരു സ്ഥാനം, അങ്ങനെ ടോട്ടൽ 3 സ്ഥാനങ്ങളുണ്ട്. പോയിൻ്റ് നമുക്ക് 3 സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഇടണം. അപ്പോൾ ഏതാ 4.710. ഇനി പോയിൻ്റ് കഴിഞ്ഞ് അവസാനം വരുന്ന 0-ന് എന്തില്ല, പ്രശസ്തി ഇല്ലാതെ നമുക്ക് ഈ 0 വേണ്ട. അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ, 4.71 സെൻറ്റിമീറ്റർ. ഇതാണ് 9ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എത്രയേ ഉള്ളൂ, നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്ന് റേഷ്യോ മെത്തേഡ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളത് ബേസ് മുതൽ പഠിക്കണം, ആ റേഷ്യോ വെച്ച് ചെയ്യാം. കാരണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ കോമൺലി ഏതൊരു ടൈപ്പ് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് എക്സ് വെച്ച് ചെയ്യുക. കുറച്ച് സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ ലോങ് ആയിരിക്കും. ഇവിടെയൊന്നും വലിയ സമയമൊന്നുമില്ല, പക്ഷേ വളച്ചൊടിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 ഇരട്ടിയാണ് 5 ഇരട്ടിയാണെന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അതിന് പകരം 4 വർഷം മുമ്പ് മകൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സ് അല്ല 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന് 9 ഇരട്ടി എന്ന് പകരം 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന് 9 ഇരട്ടിനോട് 7 കുറവാണെന്നോ 5 കൂടുതലാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നേരെ മടങ്ങും റേഷ്യോയിലും ആണെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എക്സ്. അപ്പോൾ എക്സ് വെച്ച് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചോദ്യം നമ്മൾ എക്സ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം മകൻ്റെ വയസ്സ് നമ്മൾ ഇപ്പോൾ എക്സ് എന്ന് എടുക്കാം. ഇപ്പോൾ കറൻറ്റ് ഇപ്പോൾ നമുക്ക് എക്സ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറൻറ്റ് വയസ്സിൽ കാണേണ്ട ഇപ്പോഴത്തെ പ്രായമില്ല. അപ്പോൾ മകൻ്റെ വയസ്സ് നമ്മളിപ്പോൾ എക്സ് കൊടുത്താൽ അച്ഛൻ്റെ വയസ്സ് നമുക്കറിയാം അതിൻ്റെ 5 ഇരട്ടി എന്നാണ് 5x ആയിരിക്കും. അപ്പോൾ സണ്ണിൻ്റെ എക്സ് ഫാദറിൻ്റെ എത്ര 5x നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, 4 വർഷം മുമ്പ് എന്നല്ലേ. അപ്പോൾ ഇപ്പോൾ മകന് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് ശരിക്കും x-4 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് 30 വയസ്സാണ്, 4 വർഷം മുമ്പ് നിങ്ങൾക്ക് എത്രയായിരിക്കും, അതിന് 4 കുറച്ചായിരിക്കും, 34 കുറച്ച് എത്ര 26 ആയിരിക്കും. അതേപോലെ എക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 4 വർഷം മുമ്പ് x-4 ആയിരിക്കും. അതുപോലെ അച്ഛന് ഇപ്പോൾ 5x ആണെങ്കിൽ 4 വർഷം മുമ്പ് 5x 4 കുറച്ചതായിരിക്കും. അതാണ് ശരിക്കും വരേണ്ടത്. പിന്നെ അവർ നമ്മൾ ആ സമയത്ത് ഒരു ബന്ധം കൂടി പറയുന്നത് 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു എന്നാണ്, അതായത് 9 മടങ്ങാണെന്നാണ്. അപ്പോൾ മകൻ്റെ വയസ്സ് 4 വർഷം മുമ്പ് x-4 ആണെങ്കിൽ അതിൻ്റെ 9 മടങ്ങ്, അതിനെ 9 കൊണ്ട് ഗുണിച്ചാൽ, അല്ലെങ്കിൽ 9 ഇരട്ടി എന്നാണ്, അതിനെ 9 കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക, അച്ഛൻ്റെ വയസ്സ് കിട്ടുക. അപ്പോൾ അതാണ് അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത്. x-4നെ നമ്മൾ 9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 5x-4 കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ 9 കൊണ്ട് ഈ എക്സിനെ ഗുണിക്കുമ്പോൾ അത് 9x എന്ന് വരും. 9 കൊണ്ട് ഈ -4 ഗുണിക്കുമ്പോൾ 9 × 4 36, അത് -36 ആവും. പിന്നെ ഇപ്പുറത്ത് 5x-4 വരും. ഇനി എക്സിന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സിനെ കൊണ്ടുവരുമ്പോൾ 9x ഓൾറെഡി അവിടെ ഉണ്ട്, ഈ +x ആണ് ഉള്ളത്, അതിനെ കൊണ്ടുവരുമ്പോൾ -x ആവും. പിന്നെ ഈ -36 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് +36, അവിടെ ഓൾറെഡി എന്തുണ്ട് -4 ഉണ്ട്, -36 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ അത് +36 മാറും. അപ്പോൾ 9x നിന്ന് 5x കുറച്ചാൽ നമുക്ക് കിട്ടുക 4x ആണ്. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ -4 36 കൂട്ടിയാൽ 32 ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 32/4 ആണ്, അത് എത്ര 8. അപ്പോൾ എക്സ് കിട്ടി 8, അതായത് മകന് ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്ര 8 ആണെന്ന് കിട്ടി. അങ്ങനെയാണ് അച്ഛന് നമുക്കറിയാം 5x ആണ്. അപ്പോൾ 5 ×
8, അതായത് 40 എന്ത് അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ മകൻ്റെ വയസ്സ് 8ഉം അച്ഛൻ്റെ വയസ്സ് 40. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ വയസ്സ് 40ഉം 8ഉം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ഡി ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ചോദ്യം ഉള്ളത്.